ഈ മോശം സിറ്റുവേഷന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല വരുന്ന 48 മണിക്കൂറുകൾക്കുള്ളിൽ പുറത്താവും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. കാറ്റാല പുറത്തായതിനു ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആരായിരിക്കും എന്നതിനെ ചൊല്ലി ഖേലിന് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ആശിഷ് നേഗി തയ്യാറാക്കിയ ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് വരാൻ പോകുന്നത് മുൻ ബംഗളൂരു എഫ് സി പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് ആണെന്നാണ്. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. എന്തുകൊണ്ട് വെസ്റ്റ്വുഡിനെ പരിഗണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഉത്തരങ്ങൾ പറയാനുണ്ട്. സ്ക്രാച്ചിൽ നിന്നും താരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു സവിശേഷത ആഷ്ലി വെസ്റ്റ്വുഡിനുണ്ട്. ഇതൊക്കെ എന്ത്? കാരണം ബംഗളൂരു എഫ് സി 2013 ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിനും ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കുന്നതിനും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് അദ്ദേഹത്തിനും പ്രദ്യുമ്നൊപ്പം ചേർന്നിട്ടായിരുന്നു ആഷ്ലി വെസ്റ്റ്വുഡ് ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത്. അന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ബംഗളൂരു എടുത്തു പറയാനുള്ള നേട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സ്ക്രാച്ചിലായിരുന്നു. ഒരു തേങ്ങാക്കലും ഇല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. മിഡ്ഫീൽഡൊക്കെ എന്ന് പറഞ്ഞാൽ ആഴകുഴമ്പായി കിടക്കുകയാണ്. ആ ഒരു മിഡ്ഫീൽഡൊക്കെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റ്വുഡിനെ പോലെ ഒരു പരിശീലകൻ വരുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ വന്നാലും വെസ്റ്റ്വുഡിന് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൈനിങ്ങിൻ്റെ കാര്യം 48 മണിക്കൂറോളം വൈകും എന്നാണ് പറയുന്നത്. വെസ്റ്റ്വുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ ബംഗളൂരു എഫ് സിയെ പരിശീലിപ്പിച്ച് മാത്രമല്ല പരിചയം, അതിനുശേഷം പഞ്ചാബ് എഫ് സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ATK ഒരു കെയർ ടേക്കർ കോച്ചായിട്ട് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ്റെ നാഷണൽ ടീം പരിശീലകനായിരുന്നു. ഗുവാഹത്തിയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ വിജയിക്കുമ്പം അഫ്ഗാനിസ്ഥാൻ്റെ കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡ് ആയിരുന്നു. പിന്നെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. തൊലിഞ്ഞ സ്കോഡിന് വെസ്റ്റ്വുഡ് പറ്റും എന്നല്ലാതെ അത്ര വലിയ തലയെടുപ്പുള്ള കോച്ചാണ് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ബംഗളൂരു എഫ് സിയുടെ ആരാധകർക്ക് അങ്ങോട്ട് പറ്റത്തില്ല. വെസ്റ്റ്വുഡ് ഒരു 4-3-3 ഫോർമേഷൻ അല്ലെങ്കിൽ 4-4-2 ഫോർമേഷൻ ആയിരിക്കും പരീക്ഷിക്കുന്നത്. നിലവിലെ സ്കോഡിൽ അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തിനാടാ കൊന്നിട്ട്? അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ സൈനിങ് കംപ്ലീറ്റഡ് ആവുമെന്നാണ് ആശിഷ് നേഗി പുള്ളിയുടെ ആർട്ടിക്കിളിൽ പറയുന്നത്. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഞാൻ പോകുന്നു. ബൈ ബൈ.